ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരാളേനെ മേക്കപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലത്തെ വീട്ടിലേക്കാണ് പോണത്. നമ്മുടെ പാപ്പൻ്റെ വീടാണ് കേട്ടോ അത്. അവിടെ പാപ്പൻ്റെ മോളുടെ കുട്ടി, ഞങ്ങളുടെ കസിൻ്റെ മോളാണ്. ആൾക്കിന്ന് സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് തിരുവാതിരയിലേക്ക് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മേക്കപ്പ് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ പോണത്. മേക്കപ്പ് അങ്ങനെയൊന്നുമില്ല, ഹെയറൊക്കെ കെട്ടി കൊടുക്കുക ആൾക്ക്. അപ്പോൾ ആളിതാ കുളിച്ച് സെറ്റായിട്ടുണ്ട്, ബ്ലൗസ് ഇടുന്നുണ്ട്. ഭയങ്കര വായാടിയാണ് കേട്ടോ. പിന്നെ മേക്കപ്പ് ഇടാനൊക്കെ ആൾ സൂപ്പറായിട്ട് കാണിച്ചു തരും, കാരണം ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ഇടാനായിട്ട്. അപ്പോൾ ഇതാ ഇട്ട് റെഡി ആവുന്നുണ്ട്. പിന്നെ ആളുടെ ഹെയർ സൈഡിലേക്കാണ് കെട്ടേണ്ടത്. പിന്നെ അതാണ് എന്താ പ്രോബ്ലം വെച്ചെങ്കിൽ ആളുടെ ഹെയർ ആണെങ്കിൽ ഷോർട്ടുമാണ്. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു കെട്ടാൻ. എന്നാലും ഞങ്ങൾ സ്ലൈഡൊക്കെ നിറയെ കുത്തി വെച്ചിട്ട് കെട്ടി കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്ക് ഇതാ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡക്ട്സ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അവളുടെ അമ്മയുടെയൊക്കെ തന്നെയുള്ള കുറച്ച് ഐറ്റംസ് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എൻ്റെയൊക്കെ മറ്റേ മസ്കാര, പിന്നെ ഒരു ലിപ് ലൈനർ, അങ്ങനത്തെ മാത്രമേ എൻ്റെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫൗണ്ടേഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവളുടെ അമ്മയുടെയൊക്കെ തന്നെയുള്ള ഒരു ഫൗണ്ടേഷനൊക്കെ ഇട്ട് കൊടുത്ത് അവളതിനെ സെറ്റ് ചെയ്തു. കണ്ണൊക്കെ എഴുതി, താഴെ കണ്ണെഴുതി, മുകളിൽ വാലിട്ട് കണ്ണെഴുതി, പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തു. നല്ല സുന്ദര കുട്ടപ്പി ആക്കിയിട്ടാണ്. പിന്നെ ഓർണമെൻറ്റ്സും എല്ലാം കൂടി വന്നപ്പോൾ ആൾ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നമുക്ക് നല്ല നീറ്റായിട്ട് കാണിച്ചു തരും, അത് കാരണം നമുക്ക് കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് അവളുടെ ബ്രദേഴ്സ് കിടന്നിട്ട് കലവിലൊക്കെ കൂട്ടുണ്ടായിരുന്നു കേട്ടോ. അവളതിനെ കളിയാക്കണമൊക്കെ ഉണ്ടായിരുന്നു. മുണ്ട് മേത്താണ് ഉടുത്തിക്കണത്, താഴെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവളതിനെ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ സെറ്റായി, ആൾക്ക് മേക്കപ്പൊക്കെ ഇട്ട് കൊടുത്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ആളുടെ വർത്താനമൊക്കെ ഞാൻ കേൾപ്പിച്ച് തരുന്നുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇട്ട് കുത്തുമ്പോൾ ആൾ അയ്യോ കുത്തല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മെല്ലെയാണ്, പതിയാണ് കുത്തണത്, മെല്ലെ ടച്ച് ചെയ്യണുള്ളൂ. അധികം വേദനയ്ക്കൊന്നും ഇല്ല കേട്ടോ ആൾക്ക്. അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരും നമുക്ക് നല്ല നീറ്റായിട്ട് കാണിച്ചു തന്നു. പിന്നെ എനിക്ക് ആ സെറ്റ് മുണ്ട കൊടുത്തത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നീറ്റായിട്ട് ഒടിപ്പിക്കാൻ പറ്റി. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചരട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അതവിടെ അങ്ങനെ ഇതായി നിൽക്കുന്നത്. പിന്നെ അവിടെ സൂചിപ്പിന്നൊക്കെ ഫ്രണ്ടിൽ കുത്തി വെച്ചിട്ടുണ്ട്, അത് കാരണം നല്ല നീറ്റായിട്ടും സെറ്റായിട്ടും നിന്നു സംഭവം. ശരിക്ക് സാധാരണ പോലെ ചിരിച്ചോ, ചുണ്ടും മട്ട് നോക്കണ്ട, സന്തോഷത്തിൽ ചിരിക്കണോ. ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് വർത്താനം പറയാൻ പറ്റാത്ത പോലെയൊക്കെ ആയിട്ടാ. ചിരിയൊന്നും അങ്ങോട്ട് പൂർണ്ണമായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ഇതാ എല്ലാം കഴിഞ്ഞിട്ടുള്ള ആളുടെ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അത് ഭയങ്കര അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ 1-2 ഫോട്ടോസൊക്കെ എടുത്തു. ആൾ നല്ല സൂപ്പറായിട്ട് എനിക്ക് പോസ് ചെയ്തിട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരുവാതിരയുടെ ഇതിലും നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോട്ടോസൊക്കെ കണ്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അത് ഞാൻ അതിൽ ആഡ് ചെയ്യാം.